മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരള രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് സഭയില് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഭാ നേതാവ് ബേബി ഗോപകുമാർ സഭയിൽ നിന്നും എഴുന്നേറ്റ് വെറും 2 മിനിറ്റ് പ്രസംഗിച്ചപ്പോഴേക്ക് തെരുവ് ഗുണ്ടകളെ പോലെയാ പ്രതിപക്ഷ അംഗങ്ങള് തളത്തിലേക്ക് ഇറങ്ങിയിട്ട് സ്പീക്കർക്കെതിരെ ആക്രോശിച്ചത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പോലും എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ സംസാരിക്കുക. UDF-നെയും LDF-നെയും ഒരുപോലെ ഗോപകുമാർ കടന്നാക്രമിക്കുമ്പോ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പരമാവധി ആ പ്രസംഗത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു വരുന്ന നികുതിയെ സംബന്ധിച്ച്, അതിന്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ടാറിന്റെ വില വർധനവിനെ സംബന്ധിച്ച് അങ്ങയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലും ടാറിന്റെ വില വർധനവ് മൂലം ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലത്തില് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞത് ടാറിന്റെ വില അന്യായമായി വർദ്ധിച്ചിട്ടുണ്ട്, അത് മാറ്റം വരുത്താതെ ടാറിംഗ് പണി നടക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. വാക്ക് ED-യെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. 2 ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച നമ്മളൊരു സാവകാശം കാണിക്കൂ, ഒരു സാവകാശം കാണിക്കൂ. മെയ്ഡൻ സ്പീച്ച് അല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. നമുക്കത് വേഗം തീർക്കാം. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ 2 മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ 2 മുന്നണികൾക്കുമാണ്. ഈ ഗുരുതരമായ ഒരു സാമ്പത്തിക ബഹുമാനപ്പെട്ട അംഗം, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് കേൾക്കോ. ഗവർണർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്ന നന്ദി പ്രമേയത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചയിൽ അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് റെസ്യൂം ചെയ്യൂ. അങ്ങനെ റെസ്യൂം ചെയ്ത് വോക്കൌട്ട് പ്രസംഗത്തിന് വേണ്ടി അവരെ അനുവദിക്കാം. നിങ്ങൾ കേട്ടില്ലേ, ബേബി ഗോപകുമാർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സഭയിൽ നിന്ന് മറുപടി പറഞ്ഞപ്പോഴേക്ക് സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പരമാവധി ആ പ്രസംഗത്തെ അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സകല മലയാളികൾ തിരിച്ചറിയണോ, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കേരളം ഭരിക്കുന്നത് ഇടതും വലതുമാണ്. ഇവിടെ ഉണ്ടാവുന്ന സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കോ കാരണം ഇടതും വലതും തന്നെയാ, UDF-ഉം LDF-ഉം തന്നെയാ. ആട്ടല്ല നിവർത്തെ ബേബി ഗോപകുമാർ സഭയിൽ നിന്ന് ഇടതിന്റെയും വലതിന്റെയും മണ്ടയ്ക്ക് തന്നെയാ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം എടുത്തു പറഞ്ഞു, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്നും കേരളത്തിന്റെ നിയമസഭയിൽ ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ന് സഭയിൽ 3 MLA-മാരുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ഒന്നൊന്നര മറുപടി തന്നെയല്ലേ. നരേന്ദ്രമോദിക്ക് ട്രംപിനെ കണ്ടാൽ പേടിയോ എന്ന് പറഞ്ഞതിന് യജാതി മറുപടിയാ ബേബി ഗോപകുമാർ കൊടുത്തത്. ലോകത്തേത് നേതാവിന്റെ മുമ്പിലും, അത് ട്രംപ് അല്ല, ആർക്ക് മുന്നിലും ഭാരതത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തന്റെ ഇടമുള്ള നട്ടലുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് കേരള നിയമസഭയിലാ കൃത്യമായിട്ട് ബേബി ഗോപകുമാർ എടുത്തു പറയുന്നത്. മാത്രമല്ല, ED-യെ കാണുമ്പോഴേക്ക് പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല എന്നുള്ളതും കൃത്യമായിട്ട് സഭയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുക, ഭയക്കുകയാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷം പ്രതിപക്ഷം തെരുവ് ഗുണ്ടകളെ പോലെയാ ബേബി ഗോപകുമാർ പ്രസംഗിക്കുമ്പോ ചാടി വീണിട്ടുള്ളത്. അവരുടെ പ്രതിപക്ഷ സ്ഥാനം കേരളത്തിൽ നഷ്ടപ്പെടുമോ എന്നുള്ള വലിയ ഭയത്തിലാണ് ഇപ്പോ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇത് വെറുതെ പറയല്ല. ബേബി ഗോപകുമാർ ഒന്ന് ഈ 2 മിനിറ്റ് പ്രസംഗിച്ചപ്പോഴേക്ക് പ്രതിപക്ഷ നേതാവൊക്കെ ചാടി വിറളി പിടിച്ച് വിളിച്ചു പറഞ്ഞതും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ
പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെന്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പൊ നമ്മളത് പറഞ്ഞു, തീർന്നോ? പ്രശ്നം തീർന്നു. നിങ്ങൾ കേട്ടില്ലേ? BB ഗോപകുമാർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോഴേക്ക് അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ആരായി പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് നേതാവ്. എന്താ CPM നിരന്തരം പറയാറുള്ളത്? ഇവിടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല, അങ്ങനെയാണ് ജനാധിപത്യമല്ലോ. ഇതൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ പറയാ 2 മിനിറ്റ് BB ഗോപകുമാർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോഴേക്ക് അത് ശരിയില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. നാണമില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കാനുള്ളത് നാണമില്ലേ? ഇവിടെ കൃത്യമാണ് BB ഗോപകുമാർ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ കൊണ്ടു. ആ രീതിയിലായിരുന്നു മറുപടി. കേരളത്തിന് എന്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളമുണ്ടായ കാലം മുതൽ ഇടതും വലതുമാണ് കേരളം ഭരിക്കുന്നത്. പൂർണ്ണ ഉത്തരവാദിത്വം UDF-നും LDF-നും ഉണ്ട് എന്ന് ഇന്ന് സഭയിൽ നിന്ന് BB ഗോപകുമാർ അങ്ങ് പ്രഖ്യാപിച്ചു. ഇത് കേട്ട് യഥാർത്ഥത്തിൽ UDF-നും LDF-നും ഒക്കെ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരും നാളുകളിൽ ഈ സഭയിൽ ഒന്നാം തരം പ്രതിപക്ഷമായിട്ട് BJP തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയാ. ജനങ്ങൾക്ക് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി ഇന്ന് സംസാരിക്കാൻ BB ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ BJP MLA-മാർ സഭയിൽ സജ്ജമാണ് എന്നുള്ളത് ഈ ഒരൊറ്റ പ്രസംഗത്തിൽ വെറും 2 മിനിറ്റ് പ്രസംഗത്തെയാണ് പിണറായി വിജയനും ഈ പറയുന്ന സ്പീക്കർ ഉൾപ്പെടെ, നമ്മളത് എടുത്തു പറയേണ്ടതാ, സ്പീക്കർ ഉൾപ്പെടെ പരമാവധി ആ പ്രസംഗത്തെ നിർത്താനും പരമാവധി അതിനെ തടയാനൊക്കെ ശ്രമിക്കുന്നത്. വെറും 2 മിനിറ്റ് പ്രസംഗത്തെ ഇങ്ങനെ ഭയന്നാൽ ഇവരൊക്കെ പിന്നെ എന്താണ് ഇവിടെ വിളിച്ചു പറയാറുള്ളത്? അങ്ങനെ പ്രസംഗിക്കുക, ഇങ്ങനെ പറയരുത്, അഭിപ്രായ ഇതൊക്കെ പറയുന്ന ആളുകൾ വെറും 2 മിനിറ്റ് പ്രസംഗിച്ചപ്പോഴേക്ക് വിറളി പിടിച്ച പ്രതിപക്ഷ നേതാവ് സ്പീക്കർ പരമാവധി ഒരു തനത് ശൈലിയിൽ ഞാൻ എല്ലാവർക്കും ഒപ്പമായ എന്നുള്ള രീതിയിലൊക്കെ പരമാവധി പറയാൻ ശ്രമിച്ചു എന്നുള്ളതും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എന്ത് തന്നെയായാലും BB ഗോപകുമാർ കേരള ജനതയ്ക്ക് വേണ്ടി, കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിന് വേണ്ടി വ്യക്തമായിട്ട് നട്ടല് നിവർത്തി വരുന്ന 5 വർഷക്കാലം കേരള ജനതയ്ക്ക് വേണ്ടി പോരാട്ടം നയിക്കാൻ സഭയിലുണ്ടാവും എന്നുള്ളത് വീണ്ടും സഭയിൽ നിന്ന് BB ഗോപകുമാർ തെളിയിച്ചിരിക്കുന്നു.